ഞാനിന്ന് എത്തിയത് ഈ മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകൾ കണ്ടില്ലേ, സൂര്യനെ ഉദിച്ചിട്ടുണ്ടെങ്കിലും മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ മസനഗുഡി വഴിയാണ് ഈ യാത്ര പുറപ്പെട്ടത്. അതായത് ഊട്ടിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മളിവിടെ എത്തി രാവിലെ തന്നെ ചെക്ക് പോസ്റ്റ് തുറന്ന് ഇതിലേക്ക് കണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു കൂട്ടം മാനുകൾ ഇതാ റോഡ് ക്രോസ് ചെയ്ത് ഓടുന്നുണ്ട്. നമ്മളെ വണ്ടിയൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള ഓട്ടാണ് അത്. പിന്നെ ഒരു മയിലിനെ കണ്ട്, മയിലിൻ്റെ കൂടെ കുറച്ച് മയിലുകളുണ്ട്. അപ്പോൾ അതിങ്ങനെ തിരഞ്ഞു നടക്കുക, എൻ്റെ കൂടെ വന്ന മഹിളകൾ എവിടെയാണെന്നുള്ളത്. അവരിതാ രണ്ടുപേരും ഇതാ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ഒരു കുംക്കിയാനേനെ കണ്ട് ആന ഇതാ വെള്ളം കുടിക്കാൻ താഴത്തേക്ക് പോവാണ്. ഈ മയിൽ ഇങ്ങനെ റോഡ് സൈഡ് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നത് നമ്മളെന്ത് ഫുഡ് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ആന കൊടുത്ത് ശീലിച്ചിട്ടാണ് ഈ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കൂട്ടം മാനുകൾ ഇതാ അങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവരെപ്പോഴും ഇങ്ങനെ കൂട്ടത്തോടെ ആയിരിക്കും നിൽക്കുക. പിന്നെ ഈ ഒരു ഫ്രെയിം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കല്ലട്ടി ചുരത്തിൽ കണ്ടാണ് 36 എയർപിന്ന് കയറിയിട്ടുള്ള. അവിടെയെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഏകദേശം ടൈമായിട്ടുണ്ടെങ്കിലും മൊത്തമായിട്ട് സൂര്യന് കവർ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ഇവിടെയൊക്കെ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളിതാ പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഫുള്ളും മഞ്ഞാണ്. മുന്നോട്ടൊന്നും കാണാൻ പറ്റാത്തത്ര മഞ്ഞുണ്ട്. ഞാൻ ഇത്തിരി ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ക്ലിയർ ആയത്. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതാ വെയിൽ. ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ മനസ്സിലായില്ലേ, നമ്മളിതാ ഊട്ടിയിലേക്കുള്ള അതായത് ചെറിയൊരു കയറ്റല്ലേ, ആ കയറ്റാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല ഫ്രഷ്നെസ് തോന്നും ഇവിടെ എത്തുമ്പം തന്നെ. ഏകദേശം രാവിലെ തന്നെയാണ് ഞാൻ ഊട്ടിയിൽ എത്തിയതെന്ന് തന്നെ നമുക്ക് നല്ലൊരു വൈബ് കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല ചൂടുമുണ്ട്, നല്ല തണുപ്പുണ്ട് എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം എത്രമാത്രം സൂര്യൻ ഉദിച്ചിട്ടും നമ്മളെ അത് യോജിക്കുന്നില്ല. കാരണം അത്രയും തണുപ്പത്തിന് കൂടി കയറുന്നത് തന്നെ നമുക്കത് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് മുകളിലെത്തിയിട്ട് താഴത്തേക്കുള്ളൊരു വ്യൂ ഉണ്ട്. അതിലും നമുക്ക് കാണാം എത്രമാത്രം മഞ്ഞ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. കണ്ടോ, കറക്റ്റ് മഞ്ഞ്, ഇത്രമാത്രം മഞ്ഞ് ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഓരോ സൈഡ് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് ആ മഞ്ഞിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം അവിടെയൊക്കെ കുറേ സ്ഥലങ്ങളിലേക്ക് സൂര്യൻ്റെ ഫുള്ള് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, ലൈറ്റും കാര്യങ്ങളും. പക്ഷെ അപ്പുറത്തെ സൈഡ് തീരെ ഇല്ല. എത്രമാത്രം വീഡിയോയിൽ അത് വ്യക്തമാകുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഊട്ടിയിൽ ഈ സമയത്ത് പറ്റിയൊരു ക്ലൈമറ്റാണ്. നമുക്ക് എല്ലാവർക്കും വന്ന് നല്ലോണം ചില്ല് ചെയ്യാൻ പറ്റിയൊരു സമയം മാത്രമാണ്. അപ്പോൾ ഊട്ടിയിലേക്കൊക്കെ വരേണ്ടവർ വേഗം വന്നോളൂ കേട്ടോ. ഇതൊക്കെ എന്തായാലും നമ്മൾ കണ്ടതാണ്. ഊട്ടിയൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ തവണ ഇവിടെ വരുമ്പോഴും ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കയറ്റൊക്കെ കയറി ഇതാ മുകളിൽ ഊട്ടീൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിന്ന് മനസ്സും ശരീരമൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് വേണം ഊട്ടിയിലെ ബാക്കിയുള്ള കാഴ്ചകളിലൊക്കെ നമുക്ക് പോകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക്